മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതോടെയാണ് ഷേർലി മാത്യു എന്ന 45-കാരി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത്. ആദ്യം മുക്കാലിയിൽ വാടകയ്ക്ക് താമസിച്ച അവർ കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയായിരുന്നു. 2 നിലയിലായി 2500ഓളം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി പണിതെടുത്ത വീട്. മുറ്റം നിറയെ ചെടികളും ടെറസിലും അലങ്കാര പണികളുമെല്ലാമായി അതിമനോഹരമായ വീടായിരുന്നു ഷേർലി ഒരുക്കിയെടുത്തത്. ക്രിസ്മസിനും ന്യൂ ഇയറിനുമായി വീട് മുഴുവൻ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. വീടിന് തൊട്ടരികെ തന്നെ റോഡരികും ആവശ്യത്തിന് സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. സ്ഥലം വാങ്ങി വീട് വച്ചപ്പോഴേക്കും ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് ഷേർലിക്ക് ചെലവഴിക്കേണ്ടി വന്നത്. അതുമാത്രമല്ല, ഭർത്താവിന്റെ മരണശേഷമാണ് ഇങ്ങനെയെല്ലാം ചെയ്തതും. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഒരാളുടെ മരണമുണ്ടായാൽ കുറച്ചു കാലത്തേക്കെങ്കിലും പുതിയ കാര്യങ്ങളെല്ലാം നാം മാറ്റിവെക്കും. എന്നാൽ ആ സ്ഥാനത്താണ് ഭർത്താവ് മരിച്ചതിന് തൊട്ടു പിന്നാലെ ഷേർലി സ്വന്തം നാടായ ഇടുക്കി വിടുകയും കാഞ്ഞിരപ്പള്ളിയിലേക്കെത്തി വാടകയ്ക്ക് വീടെടുത്തതും അതിനടുത്ത് തന്നെ സ്ഥലം വാങ്ങി സ്വന്തം വീട് പണിത് ജീവിതം തുടങ്ങിയതും. 38-കാരനായിരുന്ന ജോബ് സക്കറിയ സഹോദരനാണെന്നുമാണ് പലരോടും പറഞ്ഞിരുന്നത്. MSc MEd ബിരുദധാരിയായ ജോബ് മികച്ചൊരു അധ്യാപകനായിരുന്നു. പാലായിലെയും ആലപ്പുഴയിലെയും പ്രമുഖ പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും പരിക്കേറ്റ നായ്ക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു ജോബ് എന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. 5ഓളം നായ്ക്കളെയാണ് അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ വളർത്തിയിരുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ ഷേർലിയെ കൊല്ലുമെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. ഷേർലിയും ജോബും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നതായും പരസ്പരം പോലീസിൽ പരാതി നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജോബ് ഷേർലിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതല്ല എന്നും മറ്റാരോ ഇവരെ കൊലപ്പെടുത്തിയതാണെന്നുമാണ് ഷേർലിയുടെ സഹോദരന്റെ ആരോപണം. ജോബിന്റെ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നുവെങ്കിലും കാലുകൾ നിലത്ത് മുട്ടിയിരുന്നു. ആരോ പിടിച്ചുയർത്തി വച്ചതുപോലെ തോന്നിക്കുന്നതായും സഹോദരൻ പറയുന്നുണ്ട്. കേരള കോൺഗ്രസിലെ ഒരാൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് താൻ സംശയിക്കുന്നതായും ജുബിൻ വെളിപ്പെടുത്തി. മുമ്പ് ഇയാൾ ചതിച്ചിട്ടുണ്ടെന്നും പരാതി നൽകിയിരുന്നതായും പറയുന്നു. 8 മാസം മുമ്പ് കുളപ്പുറത്ത് താമസമാക്കിയ ഇവരെക്കുറിച്ച് അയൽവാസികൾക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. ഷേർലിയുടെ മകൻ എന്ന് പറയുന്ന ഒരാളും ഈ വീട്ടിൽ വന്നിരുന്നു. വെള്ളിയാഴ്ചയും അയാൾ വീട്ടിൽ വന്നിരുന്നു. എന്നാൽ ഓരോരുത്തരോടും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓരോ കഥകളാണ് ഇവർ പറഞ്ഞിരുന്നത്. മുൻപ് നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ജോബിന് ചെറിയ വൈരാഗ്യമുണ്ടായിരുന്നുവെങ്കിലും ഇതിൽ പോലീസിന് പങ്കുള്ളതായി കരുതുന്നില്ല എന്ന് സഹോദരൻ പറയുന്നു. ഷേർലിയും ജോബും തമ്മിൽ ലിവിംഗ് ടുഗെദർ ബന്ധമായിരുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്നും വീട്ടിലെ CCTV പരിശോധിച്ചാൽ സത്യം വ്യക്തമാകുമെന്നും ജുബിൻ പറയുന്നു. മൃതദേഹം മാറ്റുന്ന സമയത്തെ പഴുതുകളും രാഷ്ട്രീയ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.